പറ്റി തടിയന്? ഇത്ര കുറച്ച് ആഹാരം മതിയോ? ഗീതേ, കഴിഞ്ഞ 14 വർഷം ദിവസവും ഞാനൊരു ആനയെ തിന്നുമായിരുന്നു. എനിക്കിപ്പോൾ ഈ ജീവിതത്തോട് താല്പര്യം തോന്നി തുടങ്ങിയിരിക്കുന്നു. ഇനിയും എന്റെ ശരീരം വളർന്നുകൂടാ. ഗീതയ്ക്ക് ഞാൻ നല്ലൊരു മാച്ച് ആയിരിക്കണ്ടേ? അയ്യോ ചാർലി, അങ്ങനെ മെലിയണ്ട. എനിക്ക് തടിയനെയാണ് ഇഷ്ടം. സോറി. താങ്ക് യു. ആരാ? ഹലോ, ഞാൻ ബിന്ദു. ഹലോ. നമ്മുടെ ചാർലി ചായന്റെ. ചാർലിക്ക് വേണ്ടി നമ്മുടെ ജെയിംസ് കുട്ടി ചായൻ ഏർപ്പാട് ചെയ്ത കാര്യമാ. ഞങ്ങൾ ഇതുവഴി ടൂറിന് ഇറങ്ങിയപ്പോ ചാർലി ചായനെ ഒന്ന് കണ്ടു കളയാമെന്ന് കരുതി. ബിന്ദുവിനും താല്പര്യമാ. ചേച്ചി. അയ്യോ സമയമില്ല, പിന്നെ 1-2 കാപ്പി കുടിക്കാനുള്ള സമയമേ ഉള്ളൂ. എന്റെ അങ്കിളിന്റെ ഹൃദയം പൂവാ. ചെമ്പരത്തിപ്പൂവ്. എന്റെ ചേച്ചി എല്ലാം കൊണ്ടും ഭാഗ്യവതിയാ. നിങ്ങൾ തമ്മിൽ ശാരീരികമായും മാനസികമായും എന്തൊരു പൊരുത്തമാ. Made for each other. एक तुझे के लिए. അങ്കിളും വലിയ നാണക്കാരനാ. ചേച്ചി ഇത്ര മോഡേൺ ആയിട്ട് മടിച്ചാലോ? നിങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ട പിന്നെന്തിരിക്കുന്നു? ചെല്ലു ചേച്ചി, ചെല്ലുന്നേ. ചെല്ല് ബിന്ദു. എന്താവോ? ആരാ? ഞങ്ങള് വേളാങ്കണ്ണി വന്നതാ. അതിന് വേളാങ്കണ്ണി ഇതല്ലല്ലോ. മത്തായി ചേട്ടൻ എല്ലാം പറഞ്ഞില്ലേ? ഏത് മത്തായി ചേട്ടൻ? നിങ്ങളെ ആരാ ഈ മുറിയിലോട്ട് പറഞ്ഞോട്ട്? വിളിക്കണ്ട വിളിക്കണ്ട വിളിക്കണ്ട. ചുണ്ടില് കോപ്പി. ഈ കൂടിക്കാഴ്ച ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. പാവം മത്തായി ചേട്ടൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാ ഒരു വേളാങ്കണ്ണി ടൂർ സംഘടിപ്പിച്ചത്. ഒറ്റയ്ക്കൊരു സ്ത്രീ ചെറുക്കനെ കാണാൻ വരുന്നത് ശരിയല്ലല്ലോ. ഓ, ഈ കാലത്ത് അങ്ങനൊന്നുമില്ല. വന്നാട്ടെ വന്നാട്ടെ വന്നാട്ടെ. എങ്ങോട്ടാ? അതൊക്കെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 5 പെമ്മക്കൾക്ക് ഒരു കുഞ്ഞാങ്ങളേ ഉള്ളൂ. അവൻ മസ്കറ്റിലാ. ഞാനാ മൂത്തത്. എന്റെ താഴെ 4 പേര് കല്യാണം കഴിച്ചു കൊടുത്തു. ഇനിയുള്ളത് ഞാനാ. നിങ്ങൾ എന്താ കല്യാണം കഴിക്കാത്തത്? നിങ്ങൾ എന്താ കല്യാണം കഴിക്കാത്തത്? നമ്മൾ എങ്ങോട്ടാ പോണേ? വരണം വരണം വരണം. കേറണം വരണം. കേറണം. വണ്ടി എടുക്കണോ? വണ്ടി എടുക്കണോ? എന്താ വണ്ടി വൃത്തിയായിട്ടവനെ എന്നാ പണിയായി ഇവൻ കാണിച്ചേ? എടാ, നിനക്ക് ജീവിതത്തിൽ ഒരിക്കലും പെണ്ണ് കെട്ടിയടാ. കൂഴത്തൊക്കെ കെട്ടിക്കോ. മുടയില്ലേലും ഞാൻ പോവേ. ഹലോ, ഹൂ സ്പീക്കിംഗ്? ഞാനാ ഗീത കൃഷ്ണൻ. എന്ത് വേണം? മിസ്റ്റർ ചാർലി ഉണ്ടോ അവിടെ? സാർ ഇവിടെ ഇല്ലല്ലോ. എവിടെ പോയിരിക്കുക? മാർഗരറ്റിന്റെ വീട്ടിൽ. അവിടെ എന്താ? ഒന്നുമില്ല, അവര് ഫ്രണ്ട്സാ. അവർ തനിച്ചിരുന്ന് ബോറടിക്കുമ്പോ വല്ലപ്പോഴും പോവാറുണ്ട്. അവിടെ വേറെ ആരുമില്ലേ? ഇല്ല, അവരുടെ ഹസ്ബൻഡ് ഷാർജയിലാ. കുട്ടികളില്ല. എപ്പോ വരും? ഇനി നാളെ രാവിലെ വരൂ. ഇതെന്താ കുട്ടി ഇങ്ങനെ സംസാരിക്കുന്നേ? പിന്നെ എങ്ങനെ സംസാരിക്കണം? നിങ്ങൾ എവിടെയും ചോദിച്ചു, ഞാൻ കാര്യം പറഞ്ഞു. ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കുക. ദാറ്റ്സ് ഓൾ.
ഹായ്. നീ ഇതുവരെ വരെയും കഴിഞ്ഞില്ലേ? കഴിഞ്ഞടി. എടി കഞ്ഞി പിശുക്കി. എടി അവര് ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടുണ്ടോ? അയ്യോ ടിക്കറ്റ് നാളെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എവിടെ? ദേ നല്ല സിനിമയാ. ഇന്നലെ ഉഷ കണ്ടേ ചുഗ്രനായിട്ടുണ്ടെന്നാ പറഞ്ഞേ. അത് പേര് കേട്ടാ മനസ്സിലാവില്ലേ? മേനെ പ്യാർ കിയാ. ഹലോ, ഡോക്ടർ കുമാർ ഹിയർ. നിങ്ങളുടെ മകൾ വിമലയും ആശ ജെയിംസും കൂടെ മേനെ പ്യാർ കിയ എന്ന സിനിമ കാണാൻ പോയിട്ടുണ്ട്. കൂടെ കുറെ പൂവാലന്മാരും. ഹു ആർ യു? ഞാൻ നിങ്ങളുടെ ഒരു പേഷ്യന്റും വെൽവിഷറുമാണ്. താൻ ആരാണെന്ന്? മേനെ പ്യാർ കിയ. ഐ എം ഡോക്ടർ കുമാർ. നിങ്ങളുടെ മോളെ വീട്ടിലിരുത്തി മര്യാദയ്ക്ക് വളർത്തിയാൽ മതി. ഈ അമേരിക്കയിലെ ഫാസ്റ്റ് ലൈഫ് ഒന്നും ഇവിടെ വേണ്ട. ഇത് നാടാ. എന്തുണ്ടായി? ഒന്നുമില്ല. പോവാലന്മാരൊത്ത് സിനിമ കാണാൻ പോയിരിക്കുന്നു. മേനെ പ്യാർ കിയ. പൊയ്ക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ എന്റെ മോളുമായിട്ട് വേണ്ട. അവളെ ഒന്ന് മര്യാദയ്ക്ക് കെട്ടിച്ചു വിട്ടാൽ കൊള്ളാന്നൊരു ആഗ്രഹമുണ്ട്. അത് നിങ്ങളുടെ മോളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ കൊള്ളാം. ഞാൻ ഇവളുടെ ഡാഡിയല്ല, അങ്കിളാ, ചിറ്റപ്പൻ, ചാളി. ആരായാലും എന്താ മിസ്റ്റർ? തെറ്റ് ചെയ്താൽ ശിക്ഷിക്കണം. ശിക്ഷിക്കാലോ? സംശയം എന്താ? അതിന് ആരോട് ചോദിക്കേണ്ട കാര്യമില്ല. പിടിച്ചോ. മിസ്റ്റർ, എന്താ ഇത്? ഒരുത്തന്റെ കൂടെ ഇവിടെ വന്ന് ഇവളെ കൂട്ടിക്കൊണ്ടുപോയത് നിങ്ങളുടെ മകളാ. നിങ്ങളെ ഫോൺ ചെയ്ത് പറഞ്ഞ വെൽവിഷർ ഉണ്ടല്ലോ, അത് ഞാനാ. കറി കരടി. മിണ്ടി പോരുത്. നിന്നെ കൂട്ടുപിടിച്ച് വേറൊരു കുട്ടി കൂടി ചീത്തയാവണ്ട. ഹലോ ബൺ, യെസ് ബൺ. ഞങ്ങൾ കട്ട് മിസൈൽ വിടാൻ പോവാ. ആ വിട്ടോ, വല്ലവന്റെ ഉച്ച വീഴല്ലേ. നോ സർ. റെഡി? യെസ് സർ. 5 4 3 2 1 0. ഓടിക്കടാ. അയ്യോ, എന്താ അപ്പൊ തുണിക്ക് തേ പിടിച്ച വേഗമാ. Oh God. My clothes. My clothes. എന്റെ clothes ഒക്കെ പോയി. എന്റെ ചുരിദാർ എവിടെ? My clothes. അയ്യോ. അവിടുത്തെ ആറാം പറഞ്ഞതിന്റെ പണിയാ. അയ്യോ എന്റെ നൈറ്റി. Sorry auntie. It's all right my sweetie.